ആലോചിച്ചോണ്ടിരിക്കുകയാണോ? പ്ലീസ് അതൊന്ന് വിടുവോ? അതൊന്നും അല്ല എൻ്റെ പ്രശ്നം. പിന്നെ എന്താ? നീ കാര്യം പറ. എനിക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല, പ്ലീസ്. നിനക്ക് മിണ്ടാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എടി, നിനക്കൊരു കാര്യം അറിയോ? നമ്മൾ പരിചയപ്പെട്ട് 2 മാസമായി. ഞാൻ വിചാരിച്ച നമ്മുടെ ഇടയിൽ വേറെ മറയൊന്നുമില്ലാതാ. പക്ഷെ ഇപ്പം മനസ്സിലായി അതൊക്കെ എൻ്റെ വെറും തോന്നലായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ശരിക്കും എന്താ നിന്റെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് എന്നോട് ഇതുവരെ പറയായിരുന്നത്? ബേബി, സോറി. മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല. എന്തോ എന്താ ഇത് പറയാത്തെന്ന് എനിക്കും അറിയില്ല. പക്ഷെ പറയണമെന്ന് തോന്നിയില്ല, അതാണ് സത്യം. ശരിയാ. അപ്പം ഞാനൊക്കെ അത്രയ്ക്ക് ഉള്ളല്ലേ? അങ്ങനല്ല. എങ്ങനെയല്ലാന്ന്? നീ ഈ ടോപ്പിക് ഒന്ന് വിടുവോ പ്ലീസ്? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അതെന്ത് സാറാ നീ പറയുന്നത്? മലയാളമല്ലേ? ബേബി പ്ലീസ്, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറ. ശരിക്കും പറഞ്ഞാൽ ഇതെന്റെ വീട്ടുകാർ ഉറപ്പിച്ചൊരു കല്യാണമാണ്, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ച ഒരാളല്ല. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരടുക്കും ചിട്ടയില്ലാത്ത ലൈഫാണ്. തുടക്കത്തിലെല്ലാം ഓക്കെ ആയിരുന്നു. ഇവിടെ വന്ന് എല്ലാം റിവൈൻഡ് ചെയ്തപ്പോൾ ഐ എം നോട്ട് ഷുവർ ഹീസ് എ റൈറ്റ് ഗായ്. എനിക്ക് പറ്റിയൊരു സ്പേസ് ആണോ അതോ ജസ്റ്റ് വീട്ടുകാർ പറയുന്ന പോലെ ഒരു പാവയായിട്ട് തുള്ളുവാണോ? ഐ എം ജസ്റ്റ് ഇമോഷണലി കൺഫ്യൂസ്ഡ്. എടി, നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ചുകൂടി കൺഫ്യൂസ്ഡ് ആവുന്നതാ. ഈ ലോങ് ഡിസ്റ്റൻസിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നിനക്കൊന്നും തോന്നുന്നില്ല? എനിക്കെന്ത് തോന്നാൻ? ഓ, അന്നത്തെ കിസിൻ്റെ കാര്യമാണോ? അത് പിന്നെ അന്നത്തെ ഒരു മൂഡിൽ ചെയ്തു പോയതല്ലേ. ഞാനതൊക്കെ അപ്പോഴേ വിട്ടതാ. അപ്പം ശരി. ഹലോ. നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നീ ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അങ്ങനെ തന്നെ അങ്ങ് ചെയ്തു. അപ്പോൾ അതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. പറഞ്ഞത് കേട്ടോ നീ? ശരി. എടി, ഇതെന്താ സാർ ഇത്ര പെട്ടെന്ന്? അങ്ങനെ തോന്നി. എനിക്ക് മനസ്സിലായില്ല. ഇതിനിപ്പോൾ എന്താ ഇത്ര മനസ്സിലാക്കാൻ? എടി, എന്നാലും ഇപ്പം കല്യാണമൊക്കെ വരുമല്ലേ, എന്തായാലും പോണം. അപ്പോൾ കുറച്ച് നേരത്തെ വന്ന് കരുതി. അറിയാലോ, ഞാനിവിടെ ജോബ് ഓഫർ വന്നപ്പോൾ കുറച്ച് നാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്നുള്ള പ്ലാനിൽ വന്നതാ. ഇതിപ്പോൾ ഭേഷായി. ഇനിയിപ്പോൾ പോവാം. എന്താ പറഞ്ഞാലും നീ ഇവിടെ ഉള്ളത് എനിക്കൊരു എന്തൊരു ഇതായിരുന്നു. ആണല്ലേ? വേറൊന്നുമല്ല, നമ്മളിനി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും. എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് കളയാൻ. എടി, നീ എന്തൊക്കെയാ പറയണേ? ബിബി, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാവാത്ത പോലെ നീ അഭിനയിക്കുകയാണോ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എന്ത് തേങ്ങയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവനില്ലാത്ത എന്തോന്ന് എനിക്ക് നിന്നോട് തോന്നി. അതെന്താണെന്നും എനിക്കറിയില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും അന്നങ്ങനെ സംഭവിച്ചത്. നിനക്കൊന്നുമില്ലല്ലോ? അപ്പം എത്രയേ ഉള്ളൂ, ഞാൻ പോവാ. അങ്ങനൊരു കണക്ഷൻ എനിക്ക് തോന്നിയ സ്ഥിതിക്ക് ഇനി നമ്മളൊന്നിച്ചിരുന്നാൽ ശരിയാവില്ല. അത് ഞാൻ അവനോട് ചെയ്യുന്ന നീതികേടാവും. എനിക്കിനി ഇതിനെപ്പറ്റി ചിന്തിച്ച് എൻ്റെ മെൻ്റൽ ഹെൽത്ത് കളയാൻ വയ്യ. പോകുന്നവരെ നമ്മളിനി കാണണ്ട. വെള്ളിയാഴ്ച എൻ്റെ ഫ്ലൈറ്റ്. താങ്ക്സ് ഫോർ എവറിത്തിങ്. ശരി.
കനത്ത തേടലും നെഞ്ചിൻ പിടഞ്ഞ വാക്കും അന്ന് കൊഴിഞ്ഞ പൂവും രാവിൽ നിറഞ്ഞ തേനും മൂടിയോ കാണാദൂരെ മോഹവും മാറാല മൂടിയോ മാറാല മൂടിയോ. എടി സാറാ, എനിക്കിനി നിൻ്റെ അടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് മൊത്തം ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഉറപ്പാ, എനിക്ക് നീ ഇല്ലാണ്ട പറ്റില്ല. നിന്നോട് ഞാൻ 1000 വട്ടം ചോദിച്ചതല്ലേ എൻ്റെ ബേബി. അപ്പൊ നിന്റെ വായിലെന്താ പഴം മുഴുങ്ങി വെച്ചേക്കുമായിരുന്നോ? എടി പറയുന്നത് കേക്ക്, കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്കറിയാലോ എൻ്റെ അനീതിയുടെ കാര്യം. ഈ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് അവൾ വേറെ ചെക്കനോട് ഇറങ്ങിപ്പോയത്. അത് ഞാൻ കുറേ അനുഭവിച്ചതാ, ഞാൻ എൻ്റെ വീട്ടുകാരും. പിന്നെ ഇപ്പം നിൻ്റെ കൂടി കല്യാണം ഉറപ്പിച്ചെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? തേങ്ങ ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ, നല്ല കാര്യം. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ ദൈവമേ? എടി നമ്മളിനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മൾ രണ്ടുപേരും നാട്ടിൽ പോകുന്നു, അവിടെ എന്താണോ നടക്കുന്നത് അതങ്ങ് ഫേസ് ചെയ്യുന്നു, അത്ര തന്നെ. അയ്യോ, നാട്ടിലേക്കോ? അത് കുറച്ച് അഡ്വഞ്ചറസ് അല്ലേ? കുറച്ച് ആക്ഷനും അഡ്വഞ്ചറും ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ വന്നാ മതി എൻ്റെ കൂടെ. അല്ലെങ്കിൽ ഇവിടെ മുങ്ങിക്കൊണ്ടിരിക്കെ. നീ ആദ്യമേ മൊഴിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. ഇതിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇനി നാട്ടിൽ ചെന്നിട്ട് കാണാം, പറ്റുമെങ്കിൽ മതി. വരാം വരാം വരാം. ഉറപ്പാണോ? നോക്കാം. അപ്പൊ ഓക്കെ.